ഇന്ന് നമ്മുടെ റോക്കേസ്റ്റ് വീഡിയോ ഉള്ളൂ. നമ്മൾ ഇന്നൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുണ്ടാവും. ഇതൊരു പ്ലാൻ കൂടി ചെയ്തല്ല, പെട്ടെന്നുണ്ടായ ഡിസിഷനാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി വന്നപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി സീ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോകുന്നതുണ്ടല്ലോ ദേ ഫിഷിലേക്കാണ്. ഇൻസ്റ്റഗ്രാമൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ദേ ഫിഷിൻ്റെ സീ ഫുഡ് പ്ലേറ്റ്. അപ്പോൾ നമ്മളിന്ന് അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ദേ ഫിഷ് റെസ്റ്റോറൻറ്റ്. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഒരു ബ്ലൂ ലൈറ്റ് ആംബിയൻസ് ആണ് മൊത്തത്തിൽ കൊണ്ടുവന്നേക്കണേ. അവർക്ക് പുറത്തിരിക്കാൻ നല്ല വിശാലമായ സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുറത്ത് മാത്രമല്ല അകത്തുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30+ സീറ്റിങ്സ് ഉണ്ട് മൊത്തം. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് അവിടെ വന്ന് കഴിച്ചിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും റിവ്യൂസും ആണ്. ജയസൂര്യ, ഉണ്ണിമുകുന്ദൻ, അനുശ്രീ, അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ സെലിബ്രിറ്റീസ് അവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് അവിടെ കുറേ ഫ്രഷ് ആയിട്ടുള്ള റോ ഫിഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന രീതിയിൽ ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ഫ്രൈ ചെയ്തോ തവ ചെയ്തോ നമുക്ക് തരും. പിന്നെ ഞങ്ങൾ വന്ന ടൈം നല്ല ക്രൗഡ് കുറഞ്ഞ ടൈമായിരുന്നു. അല്ലെങ്കിൽ ശരിക്കും ഇവിടെ കഴിക്കണമെങ്കിൽ നല്ല ക്യൂ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ റിസർവ് ചെയ്യേണ്ടേക്ക് വരും കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ വന്നേക്കണത്. അങ്ങനെ ഞങ്ങളൊരു കോർണറിൽ സീറ്റൊക്കെ പിടിച്ച് ഫുഡ് ഓർഡർ കൊടുത്തു. നമ്മളൊരു സീ ഫുഡ് പ്ലേറ്റിലാണ് പറഞ്ഞേക്കണത്. ആദ്യം അവരൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നു. ജിഞ്ചറൊക്കെ ഇട്ടിട്ട് നല്ലൊരു ലൈമായിരുന്നു അത്. പിന്നെ അവർ 4 ഇല കൊണ്ടുവന്ന് ടേബിളിൽ വിരിച്ചു. സാധാരണ സെപ്പറേറ്റ് പ്ലേറ്റിലല്ലേ ഫുഡ് സെർവ് ചെയ്യാറ്, പക്ഷെ ഈ പ്ലേറ്റിൽ കഴിക്കണത് ഒരുമിച്ചാണ് കേട്ടോ. അതെ, ഈ ഇലയിലാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ അവർ ഈ സലാഡ് കൊണ്ടുവച്ചു. അതിൽ ക്യാരറ്റ്, കുക്കുംബർ, സ്വീറ്റ് കോൺ, പെപ്പറൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിൾ സലാഡ്. അങ്ങനെ ഞങ്ങൾ സലാഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അതാ വരണോ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം. അവർ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് സെർവ് ചെയ്ത് തരുന്നത്. ആദ്യം അവര് റൈസ് ഈ ഇലയുടെ നടുക്കിലേക്ക് ഇങ്ങനെ നിരത്തി വിളമ്പി. പിന്നെ അതിന്റെ മുകളിലേക്ക് ആ കറിയും നിരത്തി കുടഞ്ഞിട്ടു കേട്ടോ. കൂടെ ഒരു മിന്റ് ലൈമിന്റെ ജാറും. അപ്പൊ ഗൈസ്, ഇതാണ് സീ ഫുഡ് പ്ലേറ്റർ. മിന്റ് ലൈമിന്നാണെങ്കിൽ ഇങ്ങനെ പുക വന്നോണ്ടേ ഇരിക്കുക. ഈ ഒരു ഐറ്റത്തിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കറിയാണ്. ഇതിൽ ക്രാബ്, പ്രോൺസ്, ഓയിസ്റ്റർ, ഷെൽസ്, പിന്നെ സ്വീറ്റ് കോൺ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഫിഷുകളൊന്നുമില്ല. സത്യം പറയാലോ, അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയുമില്ല. റൈസ് ഒക്കെ നല്ല കറക്റ്റ് വേവിൽ വിട്ട് നിൽക്കുന്ന നീളമുള്ള അടിപൊളി റൈസ്. കറിയാണെങ്കിലോ നല്ല സ്പൈസി ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനം. ഇതിന്റെ ഗ്രേവിയിൽ ഇങ്ങനെ ക്രാബും പ്രോൺസും സ്വീറ്റ് കോണും എല്ലാം കിടന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. സൂപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഗ്രേവി പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നെ എല്ലാവർക്കും ആ ഗ്രേവി ഫ്ലേവർ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. റൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ, നമുക്ക് എത്ര വേണേലും പറയാം. സാധാരണ ഈ ഓയിസ്റ്റർ ഒക്കെ കുറച്ച് ചൂയല്ലേ, ഇത് നല്ല ഫ്ലേവേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂയിനെസ് ഒന്നും അറിയുന്നില്ല കേട്ടോ. എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഗ്രേവിയാണ്. ജിതിനോ? നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഗ്രേവി തന്നിട്ടുണ്ട് കേട്ടോ അവര്. പിന്നെ ഇത് നോക്കിയാൽ ഒരു മിഡ് ലൈമാണ്, അത് ഇങ്ങനെ തിളച്ചോണ്ടേ ഇരിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ക്രാബും സ്വീറ്റ് കോണും ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഈ സീ ഫുഡിന്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക്, എന്നാൽ എന്താണ് ഈ സീ ഫുഡ് എന്ന് കഴിച്ചു നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ റെഫർ ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അത്. കാരണം ഇതിന്റെ സ്പൈസി ഫ്ലേവർ ഉള്ളതുകൊണ്ട് സ്മെല്ലോ ചൂനെസ്സോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ച് നല്ല വൃത്തിയാക്കി വെച്ച് ലാസ്റ്റ് അവർ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതൊക്കെ ഈ ഐറ്റത്തിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഫുഡ് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സോ ഫാമിലി ആയിട്ടോ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡ് ഐറ്റമാണ് കേട്ടോ അത്. ടോട്ടൽ കോസ്റ്റ് വന്നത് 160 dirhams ആണ്. അപ്പോൾ വൺസ് ഒന്ന് ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.